ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് എത്ര വലിയ ഹൈ ആയാലും അതിലേക്കുള്ള വഴികൾ ഓട്ടോമാറ്റിക്കലി തുറന്നു വരും അല്ല, അത് നമ്മൾ വേക്കപ്പ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ പർപ്പസ് ക്ലിയർ ആയിരിക്കുമല്ലോ. ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ വെച്ച ടാർഗറ്റിലേക്ക് എത്തുന്നില്ല എന്ന് കൂടി വേണമെങ്കിൽ പറയാമല്ലോ. മറ്റൊരാളെ കാണുമ്പോൾ മനസ്സ് മാറില്ലേ? പെർഫെക്ഷൻ പ്രോസസ്സാണ്, പെർഫെക്ഷൻ എൻഡില്ല. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ വാട്ട് എക്സാക്ട്ലി ഡു യു വാണ്ട് ഫ്രം ലൈഫ്, ജീവിതത്തിന് എന്തെന്നാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ആൻസർ ഉണ്ടാവില്ല. അല്ല, ഫോർ യുവർ കാർമിക് സ്ട്രക്ചർ വാട്ട് യു വാണ്ട് ടു അച്ചീവ്, ഈ ജീവിതത്തിന് എന്താണോ നേടേണ്ടത് ആ കാർമിക് സ്ട്രക്ചറിൽ നമ്മൾ കറക്റ്റ് ക്രിയേഷനാണ്. ആർ യു ശിവ? യെസ്, ഐ എം ശിവ, ബട്ട് യു ആർ ഓൾസോ ശിവ. പക്ഷേ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ റോഡ് മാപ്പിന്റെ പ്രശ്നമില്ല. നമുക്ക് ഉറപ്പുണ്ട് എനിക്ക് ഇതാണ് പോകേണ്ട ഡയറക്ഷൻ എന്ന് അറിഞ്ഞാൽ ഐ ക്യാൻ വാക്ക്. നമുക്ക് പലപ്പോഴും ക്ലാരിറ്റി ഇല്ല. എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയിട്ടുണ്ടോ, ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ വാട്ട് എക്സാക്ട്ലി ഡു യു വാണ്ട് ഫ്രം ലൈഫ്, ജീവിതത്തിന് എന്തെന്നാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ആൻസർ ഉണ്ടാവില്ല. അത് ചെറിയ കാര്യങ്ങളൊക്കെ പറയാം, എനിക്ക് കുട്ടീനെ പഠിപ്പിക്കണമെന്നോ കല്യാണം കഴിക്കുന്നോ അല്ലെങ്കിൽ വീട് വെക്കാം, അതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ശരി തന്നെയാണ്, അതൊന്നും മോശമല്ല. പക്ഷേ അതിനാണോ ജനിച്ചത്? ദിസ് ഈസ് വാട്ട് യു വാണ്ട് ഫ്രം ലൈഫ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ആൻസർ ഇല്ല. ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് എത്ര വലിയ ഹൈ ആയാലും അതിലേക്കുള്ള വഴികൾ ഓട്ടോമാറ്റിക്കലി തുറന്നു വരും എന്നുള്ളത്. അല്ല, അത് നമ്മൾ വേക്കപ്പ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ പർപ്പസ് ക്ലിയർ ആയിരിക്കുമല്ലോ. ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, ഒരൊറ്റ സെന്റൻസിൽ പറയാൻ പറ്റുമോ എന്തെന്നാണ് പർപ്പസ് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രം മാൻകൈൻഡ് ടു കൈൻഡ് മെൻ ആണ്. ഇത് തന്നെയാണ്. അത് എൻ്റെ കപ്പാസിറ്റിയിൽ ഞാൻ ചെയ്യണമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ആൾക്കാർ ലോകത്ത് അവർ നന്മകൾ ചെയ്യാൻ ഒരു ട്രൈ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ്. അല്ല, ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചത് എന്തിനാണ് വേണ്ടിയിട്ടാണ് എനിക്കറിയാം. എൻ്റെ ഒരു 10 വർഷത്തെ ജീവിതം വേറെ പല മേഖലകളിലൂടെയായിരുന്നു. പിന്നീട് ഞാൻ ആഗ്രഹിച്ച മേഖലയിലേക്ക് തിരികെ വരുമ്പോൾ എന്നാൽ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ അവിടെ എനിക്ക് എൻ്റെതായ ഒരു ലോകം ഉണ്ടാക്കി ഞാൻ വലിയ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു. ഇതിനുശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടതാണ്. ഞാൻ നോക്കുമ്പോൾ ഞാനല്ല സക്സസ്, അവനാണ് സക്സസ് എന്ന് തോന്നും. അപ്പോൾ അവനും മേളിൽ പോകാൻ എങ്ങനെ പറ്റും എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളും ഈ വെച്ച ടാർഗറ്റിലേക്ക് എത്തുന്നില്ല എന്ന് കൂടി വേണമെങ്കിൽ പറയാമല്ലോ. മറ്റൊരാളെ കാണുമ്പോൾ മനസ്സ് മാറില്ലേ? പെർഫെക്ഷൻ പ്രോസസ്സാണ്, പെർഫെക്ഷൻ എൻഡില്ല. അത് എൻഡ് വിചാരിച്ചാൽ നമ്മൾ അതിന്റെ അർത്ഥം സ്റ്റാഗ്നേഷനാണ്. പർപ്പസിന് ഒരു എൻഡ് ഉണ്ടെങ്കിൽ അത് സ്റ്റാഗ്നേഷനാണ്. പർപ്പസിന് എൻഡില്ല, അത് പ്രോസസ്സ് തന്നെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഈ മൊബൈൽ ഫോൺ. നമ്മൾ ഒരു ഏറ്റവും ബെസ്റ്റ് ബോർഡ് കണ്ടിട്ട് അല്ല മൊബൈൽ ഫോണിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അത് പോയി മേടിച്ച് തിരിച്ചു വരുമ്പോൾ കാണും വേറെ ഒരെണ്ണം ഇതിലും നല്ലത്. ഇതല്ലേ എവ്രിബഡി ഈസ് ട്രൈങ് ടു ഇംപ്രൂവ്. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് കമ്പയർ ചെയ്യുന്നതാണ്. നമ്മളെ പോലെ വേറെ ആരും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വെച്ച് കമ്പയർ ചെയ്യും? അല്ല, ഫോർ യുവർ കാർമിക് സ്ട്രക്ചർ വാട്ട് യു വാണ്ട് ടു അച്ചീവ്, ഈ ജീവിതത്തിന് എന്താണോ നേടേണ്ടത് ആ കാർമിക് സ്ട്രക്ചറിൽ നമ്മൾ കറക്റ്റ് ക്രിയേഷനാണ്. നമ്മുടെ കാർമിക് സ്ട്രക്ചർ അല്ല വേറൊരാളുടെ. കാരണം താങ്കൾ ജനിച്ച സ്ഥലം, താങ്കളുടെ പ്രവർത്തന രീതി, ഇതിനൊക്കെ സാമ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതല്ലല്ലോ, ഒന്നല്ലല്ലോ. സാമ്യങ്ങൾ എപ്പോഴും ലോകത്തുണ്ട്, സിമിലർ ഉണ്ട് കുറെ, പക്ഷെ സെയിം ഇല്ല. അവിടെ ആ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്ക് എന്ത് വെച്ച് പെർഫെക്ഷൻ അളക്കും? ഞാൻ മാനദണ്ഡങ്ങളില്ലല്ലോ, അത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തൊക്കെ പെർഫെക്റ്റ് പറഞ്ഞാൽ ലാസ്റ്റ് മരിച്ചു പോകും. അപ്പൊ ഈ കണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ എൻ്റെ പേര്, പ്രശസ്തി, അവാർഡുകളോ, റെക്കഗ്നീഷൻ, പൊസിഷൻ, റിലേഷൻ ഒന്നിനും വാല്യൂ ഇല്ല, എല്ലാം പോയി. അപ്പൊ നമ്മളത് അതിനെക്കുറിച്ച് പൂർണ്ണ ബോധത്തിൽ നിന്നാൽ അങ്ങനെ നമ്മൾ പറക്കാനൊന്നും ശ്രമിക്കില്ല. നന്നായിട്ട് നടക്കും. ഓരോ കാര്യം ചെയ്യുമ്പോൾ കണ്ടന്റ്മെന്റ് ഉണ്ടായിരിക്കും, തൃപ്തി ഉണ്ടായിരിക്കും. ആ തൃപ്തി വെച്ചിട്ട് നമുക്ക് സുഖമായി ജീവിക്കാമല്ലോ. ഞാൻ ഒരിക്കലും ഒരു നല്ല മതം, മോശം മതം, നല്ല ഫിലോസഫി, മോശം ഫിലോസഫി, നല്ല ഗുരു, മോശം ഗുരു ഒന്നും ഞാൻ കാറ്റഗറൈസേ ചെയ്യാറില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരാൾക്കാരോട് പറയും, അതായത് നിങ്ങളുടെ ജീവിതം കൊണ്ട് വേറൊരാളെ ബുദ്ധിമുട്ട് വരാൻ പാടില്ല. വേറെ ആൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ അത് ശരിയല്ല. ഇപ്പം ഞാൻ പറയും ഞാൻ മാത്രമേ ശരിയുള്ളൂ, നിങ്ങളൊക്കെ തെറ്റാന്ന് പറയുന്നത് എൻ്റെ തെറ്റാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ എങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് പറയും? കാരണം അങ്ങനെയാണ് എല്ലാവരും പെർഫെക്റ്റ് ആണ്. അതാണ് അത്. പിന്നെ ഇതിൽ ചോദ്യം ഉണ്ടല്ലോ, ആർ യു ശിവ? യെസ്, ഐ എം ശിവ, ബട്ട് യു ആർ ഓൾസോ ശിവ. അവിടെയാണ് കാര്യം. അതായത് ഊർജമില്ലാത്ത ഒന്നുമില്ല. ഊർജത്തിന്റെ സോഴ്സ് ശിവന്നോ വിഷ്ണു എന്നോ അല്ലാന്നോ ബുദ്ധ എന്ന് എന്തുവേണേ പറഞ്ഞോളൂ. പേരെന്ത് വെച്ചാൽ അതിനൊരു സോഴ്സ് ഉണ്ട്, എനർജിക്ക്. അതിന് പേരുമില്ല. പേരിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു സോഴ്സാണത്. ഫോമിലും ഒരു രൂപത്തിലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ശക്തി നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് പൂർണ്ണത ഉണ്ടല്ലോ.
ആ പൂർണ്ണത അപ്രീഷിയേറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്കറിയാൻ പറ്റും ഈ തൃപ്തി ഉണ്ടോ. ഞാൻ എപ്പോഴും നോക്കണം ലൈഫിൽ തൃപ്തികരമായിരിക്കണം. ഞാൻ നമ്മുടെ ആൾക്കാരോട് പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റഡി ആയിരിക്കണം. അപ്പം നിങ്ങൾ തന്നെ, ഇപ്പം ഞാൻ എൻ്റെ മോളോടും പറഞ്ഞതാണ്, ഇന്ന് നിന്നെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യും. മോഹൻജി ജീവിച്ചിരിക്കുന്നുണ്ട്, നാളെ നിന്നെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നീ ലോകത്തിന് വേണ്ടി ചെയ്തിരിക്കണം എന്തെങ്കിലും. ലോകത്തിന് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ബാങ്ക് ബാലൻസ്, അല്ലാണ്ട് എടുക്കുന്നതല്ല. ആൾക്കാർ ഏറ്റവും വലിയ മിഥ്യാധാരണയാണ്, നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ ബാങ്ക് ബാലൻസ്, അതെല്ലാം അവിടെ ഇട്ടിട്ട് പോകും. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ലോകത്ത്, അതാണ് ശരിക്കും ബാങ്ക് ബാലൻസ്. അവിടെയാണ് ജനങ്ങൾ നമ്മൾ ഇപ്പം ഞാൻ പറയാം, എനിക്ക് ഏറ്റവും വലിയ വെൽത്ത് എനിക്ക് തോന്നാറുള്ളത് ഈ കണ്ട ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടല്ലോ, അത് 6 കോണ്ടിനെന്റിലും ഉണ്ട്. അതാണ് ഞാൻ ആകെ ഇവിടുന്ന് സമ്പാദിച്ച കാര്യം. അത് കാരണം ഞാനൊന്നും അവരുടെ അടുത്ത് ഇങ്ങോട്ട് മേടിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുമോ നോക്കും. അതിപ്പോൾ ഈ പൂക്കൾ വിടരുന്ന പോലെ ഞാൻ അതായത് ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും. ഈ വാസന എവിടെ എത്തും എന്നുള്ളത് എനിക്കറിയില്ല, അത് ഞാൻ ശ്രദ്ധിക്കാറില്ല. അത് വല്ലവർക്കൊക്കെ ഗുണമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. അതിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ മാർക്കറ്റ് ചെയ്യുന്ന പല ആൾക്കാരും വളരെ ഇൻസെക്യൂറാണ്. എനിക്ക് അങ്ങനെ ഇൻസെക്യൂരിറ്റി കുറവാണ്. ഞാൻ അങ്ങനെ ഒരു ആരാണ് എന്നെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഫോളോ അതൊന്നും ഞാൻ നോക്കാറില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിൻസിയർ ആയാൽ കറക്റ്റ് ആൾക്കാർ വരും. അത് എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടായി ബാബാജിയായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് കട്ട് ഔട്ട് ടു ബി ഇൻ ദ പബ്ലിക്. കാരണം ഞാനൊരു പ്രൈവറ്റ് പേഴ്സണാണ്. എനിക്ക് എൻ്റെ പ്രൈവസിയിൽ വളരെയധികം താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു, നോ, യു ഹാവ് ടു സ്പീക്ക്, പുറത്ത് പോയി സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഹൗ വിൽ ഐ ബ്രിങ് പീപ്പിൾ? അപ്പോൾ എന്നോട് പറഞ്ഞു, ദാറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം, നീ അത് വിചാരിക്കുക വേണ്ട. ആൾക്കാർ വരും, നിന്നെ കാണാനായിട്ട് മാത്രം വരും, തെരഞ്ഞു വരും. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ എന്ത് സംസാരിക്കണം എന്നറിയില്ലായിരുന്നു. നമുക്ക് ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ പഠിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം. ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്കൊക്കെ ഇപ്പോൾ ഒരു മത്സ്യത്തിനെ നമ്മൾ നീന്താൻ പഠിപ്പിക്കേണ്ട പോലെ, അല്ലെങ്കിൽ ഒരു കങ്കാരു അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ നമ്മൾ ഓടാനോ ചാടാനോ, ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് എല്ലാവർക്കും. ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ടാണ് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആ ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഭാഗമാണ് വിശപ്പ്, ദാഹം, സെക്ഷുവാലിറ്റി, പിന്നെ ഈ ഫിയർ ഫാക്ടർ, അതായത് ഓടി രക്ഷപ്പെടാനൊക്കെയുള്ള ടെൻഡൻസി, നമ്മളെ സെൽഫ് പ്രൊട്ടക്ട്, ഇതൊക്കെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് ഇൻബിൽറ്റ് ആണ്. അത് ആ ചിപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഉണ്ട്. അതല്ലെങ്കിൽ സ്പീഷീസ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരാളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയ വേണ്ട, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാം. അതായത് മാറ്ററാണ്, ഊർജം വേറെയാണ്. ഇത് ചേരുമ്പോൾ ജീവിതം എന്ന് പറയും, ഇത് സെപ്പറേറ്റ് ആവുമ്പോൾ മരണം എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ഈ കഥ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഈ ഊർജത്തിൻ്റെയും മാറ്ററിൻ്റെയും ഇൻട്രാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ സ്ഥിരപ്രജ്ഞനായിട്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ സ്ഥിരമായിട്ടിരിക്കുക, അതെല്ലാം ഇത് കാണുന്നുണ്ട് എപ്പോഴും, പുറത്തെ ലോകത്തും ഉള്ളിലെ ലോകത്തും. അപ്പൊ ഈ ലൈഫിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, അവരെന്ത് പറയുന്നു, അല്ലെങ്കിൽ എന്ത് നമുക്ക് ചെയ്യണം. ചില ആൾക്കാർ നമുക്ക് സന്തോഷം തരും, ചില ആൾക്കാർ സങ്കടം തരും. അത് അവരുടെ ജോലി അവർ ചെയ്ത് പോട്ടെ. എല്ലാവരും നമ്മൾ നല്ലതൊന്നും പറയില്ല. ചില ആൾക്കാർ പറയും നിങ്ങൾ വളരെ നല്ല മനുഷ്യനാ പറയും, ചില ആൾക്കാർ പറയും നിങ്ങൾ തീരെ കൊള്ളില്ല എന്ന് പറയും. അത് അവരുടെ ഒപ്പീനിയൻ അല്ലേ. അത് ഞാൻ ഉള്ളിലേക്ക് എടുത്താലേ എനിക്ക് പ്രശ്നമുള്ളൂ. ഞാൻ എടുക്കണില്ലല്ലോ ഒന്നും. ഞാൻ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും അവിടെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റെബിലിറ്റി പോകുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അത് നിസ്സംഗതയൊന്നുമല്ല, ഇൻഡിഫറൻസ് ഒന്നുമല്ല. നമുക്ക് എന്താണോ കഴിക്കേണ്ടത് എന്നുള്ള ചോയ്സ് നമ്മുടെയാണ്. ബൊഫേ ഉണ്ട് വിചാരിച്ചിട്ട് നമ്മളെല്ലാം കഴിക്കുമോ? ഇല്ല. അതേപോലെ തന്നെയുള്ളൂ. അപ്പം എപ്പോഴും നമ്മുടെ നെറ്റ് വർത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ലോകത്തിന് കൊടുത്തു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഉണ്ട്. ഒന്നുകിൽ സമയം കൊടുക്കാം, അല്ലെങ്കിൽ നോളജ് കൊടുക്കാം, അല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ കാശ് കൊടുക്കാം. ഏതെങ്കിലും ലെവലിൽ നമുക്ക് എന്തൊക്കെയോ തന്നിട്ടുണ്ട് ലോകം. ഏറ്റവും വലിയ വെൽത്ത് നമുക്ക് ഇപ്പോൾ ഉള്ളത് സമയമാണ്. അതും വലിയ വെൽത്ത് ഇല്ല. കാരണം സമയം പോയി കഴിഞ്ഞാൽ പോയില്ലേ. അത് പിന്നെ പൂന്താനം പറഞ്ഞ പോലെ നമ്മൾ സമയത്തിൽ കുറേ ആഗ്രഹങ്ങൾ കൂടി വരുന്തോറും സമയം കുറഞ്ഞു വരും. അവിടെയാണ് ഈ പ്രശ്നം. അതായത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോൾ സമയം അത്രയില്ല. പിന്നെ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക ഇനിയൊരു ശരീരം എടുക്കേണ്ടി വരും. അതാണ് ആ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നമുക്കെന്തിനാ അങ്ങനെ വേണ്ട, നമ്മൾ ഉള്ളത് വെച്ച് സന്തോഷപൂർവ്വം ഇരിക്കാമല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കൺസെപ്റ്റ് ഓഫ് വിമൻ ഉണ്ട്. കൺസെപ്റ്റ് എന്നല്ല, ഇപ്പൊ നമ്മുടെ വുമൺഹുഡ് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, വുമൺഹുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ ഓതർ ഞാനാണ്. അതായത് ഞാൻ ഫൗണ്ട് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്. അത് ഒരുപാട് രാജ്യങ്ങളിൽ ആക്ടിവിറ്റി നടക്കും.
ഈ വുമൺഹുഡ് ഫെസ്റ്റിവൽ എന്താ വെച്ചാൽ സെലിബ്രേറ്റിംഗ് വുമൺഹുഡാണ്. അതായത് സ്ത്രീകള് നമ്മൾ ഒരു ഫേവർ ചെയ്യേണ്ട ഒരു വിഭാഗമൊന്നുമല്ല. അവര് ജന്മന എംപവേർഡാണ്. എന്താ കാരണം വെച്ചാൽ അവരില്ലെങ്കിൽ ഈ സ്പീഷീസ് ഇല്ല. അപ്പോൾ പ്രകൃതി കൊടുത്തിട്ടുള്ള ശക്തിയുണ്ട്. അതായത് അവരാണ് അടുത്ത ജനറേഷനെ കൊണ്ടുവരുന്നത്. ഈ ലോകത്ത് അടുത്ത ജനറേഷൻ ഏതെങ്കിലും സ്പീഷീസിലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സ്ത്രീയാണ്. അപ്പം നമ്മൾ റെസ്പെക്റ്റ് മാത്രമല്ലേ കൊടുക്കണ്ടു, നമ്മൾ എന്തെങ്കിലും ഫേവർ കൊടുക്കണോ? വേണ്ട. അത് മാത്രമല്ല, നമ്മൾ ആരാണ് ആരെങ്കിലും ഫേവർ ചെയ്യാൻ? നമുക്ക് എന്താ പ്രത്യേകത, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കൂടുതലുള്ളത്? അവരിൽ നിന്ന് വന്നവരാണ് നമ്മൾ. അവരിൽ വന്നവരാ നമ്മൾ. അപ്പം നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞ ഈ ചില കാര്യങ്ങൾ ഒന്ന് റീഅലൈൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് ചില അവയർനെസ് മനുഷ്യന് ആവശ്യമാണ്. റെസ്പെക്ട് എന്നുള്ള ഒരു കൾച്ചറാക്കണത്, ഒരു കൾച്ചർ ഓഫ് റെസ്പെക്ട്. അത് മൃഗങ്ങൾ, ഏത് ഫീമെയിലിൽ എടുത്തോളൂ, ഹ്യൂമൻ സ്പീഷീസ് തന്നെ എടുക്കണ്ട, മനുഷ്യ സ്ത്രീ തന്നെ വേണ്ട, പശുവാണെങ്കിലും പിന്നെ പക്ഷിയാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ജീവജാലങ്ങളും സ്ത്രീകളാണ് അടുത്ത ജനറേഷൻ കൊണ്ടുവരുന്നത്. ആ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റും. ആ റെസ്പെക്റ്റ് വന്നു വിചാരിക്കുക, ലോകത്തിന് ശാന്തി ഉണ്ടാവും. കാരണം ഒരു സ്ത്രീയും വിചാരിക്കില്ല നമ്മളെ മക്കളെ കൊന്നേക്കാന്ന്. തലയ്ക്ക് സുഖമില്ലെങ്കിൽ ആവും, അല്ലെങ്കിൽ വിചാരിക്കില്ല അത്, അല്ലേ? ഒരിക്കലും വിചാരിക്കില്ല. അപ്പൊ നമ്മുടെ കൾച്ചറൽ ഒരു റീമോൾഡിങ്ങിന്റെ ആവശ്യമുണ്ട് തോന്നാറ്, റീഅലൈൻമെന്റ്. അത് എന്താ കാരണം വെച്ചാൽ അങ്ങനെ വന്നാൽ തന്നെ ഒരുപാട് വ്യത്യാസം വരും. അതല്ലെങ്കിൽ ഫേവർ ചെയ്യണ പോലെ, ഞാൻ കുറച്ച് നല്ല മനുഷ്യനാണ്, അപ്പോൾ അല്ലെങ്കിൽ ഞാൻ നല്ല സന്തോഷത്തിലിരിക്കുകയാണ്, ഓക്കെ ഐ ഗിവ് യു ദിസ് ഫേവർ. അതിൻ്റെ ആവശ്യമില്ല. വി ആർ നോ ബഡി ടു ഡു ഫേവർ ടു എനിബഡി. കാരണം എല്ലാവർക്കും അവരുടെ പ്രസക്തി ഉണ്ട്, റെലവൻസ് എല്ലാവർക്കും ഉണ്ട്, സ്പേസ് ഉണ്ട്, റെലവൻസ് ഉണ്ട് എല്ലാ ആൾക്കാർക്കും. അത് ഒരാൾക്കും എടുത്ത് മാറ്റാൻ പറ്റില്ല. അത് ഒന്നുമല്ല, ഒരേ സെയിമും അല്ല. ഓക്കെ, എന്തായാലും ഇങ്ങനെയൊരു കുറച്ച് മണിക്കൂറുകൾ ഒരുമിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ കേരളത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു രോഹിത്, എന്നെ വിളിച്ചതിൽ സന്തോഷം, നമ്മൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ഭാവി, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ എല്ലാം ആശംസിക്കുന്നു. നന്മ വരട്ടെ എപ്പോഴും.